ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സേമിയ കേസരിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂസും ഉണക്കമുന്തിരി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അതേ പാനിലേക്ക് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കളറൊന്ന് ചെറുതായി മാറണ വരയ്ക്ക് ഒന്ന് വറുത്തെടുക്കുക. ഇനി അതേ പാനിലേക്ക് 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും നേരത്തെ വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പാലൊക്കെ വറ്റി സേമിയ ഒന്ന് വെന്ത് വരണ വരേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സ്റ്റേജിലെത്തുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഒരു 2-3 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ നെയ്യും നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കുറച്ച് കാഷ്യൂസും ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. വീണ്ടും അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാനിൽ നിന്ന് ഈ ഒരു മിക്സ് വിട്ട് വരണ സമയത്ത് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂസും ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. അതൊന്ന് തണുത്ത് വരണ സമയത്ത് അതൊന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ കേസരി റെഡിയായി. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.